மூணார் கிராம பஞ்சாயத்து தலைவர் பதவியை ராஜினாமா செய்தது தற்போது பிரச்சனையாக மாறியுள்ளது. பஞ்சாயத்து செயலாளரும் துணை செயலாளரும் இதில் குளறுபடிகள் நடத்தியதாக குற்றச்சாட்டுடன் காங்கிரஸ் தலைவர்கள் முன்வந்துள்ளனர். மூணார் பஞ்சாயத்து தலைவர் ராஜினாமா சம்பந்தமான விஷயம் அரசியல் விவாதமாக முன் சென்று கொண்டிருக்கிறது. விஷயத்தில் வேறொரு குற்றச்சாட்டுடன் மூணார் காங்கிரஸ் தலைமை முன்வந்துள்ளது. தலைவரின் ராஜினாமா பிரச்சனையில் பஞ்சாயத்து செயலாளரும் அசிஸ்டன்ட் செயலாளரும் ஊழல் நடத்தியதாகத்தான் കുറ്റച്ചാട്ടുடன் காங்கிரஸ் മുൻവന്നുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുവാൻ സ്വമേധയാ അവർ സമ്മതിച്ച് രാജിക്കത്ത് എഴുതി തയ്യാറാക്കി അവർ ഒപ്പിട്ട് പഞ്ചായത്ത് രാജ് നിയമമനുസരിച്ച് സെക്രട്ടറിയുടെ കയ്യിൽ 29/3/2025 4/24 അവർ നേരിട്ട് കൈമാറിയ രാജിക്കത്ത്. അപ്പോൾ സന്തോഷപൂർവ്വം സെക്രട്ടറി രാജിക്കത്ത് സ്വീകരിച്ചു. 4/26 കൈപ്പറ്റിയതായിട്ട് രസീത് തന്നു. ദീപ രാജ്കുമാറുടെ കയ്യിൽ നിന്നും രാജിക്കത്ത് സ്വീകരിച്ചതായി ഞങ്ങൾക്ക് രേഖാമൂലം അവർക്ക് കൊടുത്ത കത്തിൻ്റെ കോപ്പിയാണ് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. അതിനുശേഷം നടന്ന നാടകമാണ് ഞങ്ങൾക്കൊന്ന് മനസ്സിലാകാറ്. അതിനുശേഷം ഈ നാട്ടിലെ നിയമങ്ങൾക്ക് വിരുദ്ധമായി 4/26 അവർ പോയതിനു ശേഷം ഇതിനകത്ത് ഉള്ള നിയമപ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയായ ശ്രീ മനീഷ് എന്ന് പറയുന്നയാൾ സെക്രട്ടറിയെ തെറ്റിദ്ധരിപ്പിച്ച് സെക്രട്ടറിയും വശത്താക്കിക്കൊണ്ട് ഈ പോയ ആളെ വിളിച്ച് 6 മണിക്ക് ശേഷം ഇങ്ങനെ ഒരു പരാതി തയ്യാറാക്കി മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഭീഷണിപ്പെടുത്തി, നേതാക്കന്മാർ ഭീഷണിപ്പെടുത്തിയതായി ആ കത്തിൽ പറയുകയും ഒപ്പ് അവരിട്ടില്ല എന്ന് പറയും. എന്നാൽ ആ കത്ത് 6 മണിക്ക് കൈപ്പറ്റിയതായിട്ട് സെക്രട്ടറി രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. ഇതിലാണ് സെക്രട്ടറിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. പഞ്ചായത്ത് നിയമം അനുസരിച്ച് 5 മണിക്ക് മുമ്പാണ് ഏതൊരു കത്തിടപാടുകളും നടത്തേണ്ടത്. 6 മണിക്ക് വാങ്ങിയതിൻ്റെ ഉദ്ദേശം അതിന് പിന്നിൽ എന്താണെന്നുള്ളത് അവർ വ്യക്തമാക്കണം. അസിസ്റ്റന്റ് സെക്രട്ടറിയും വ്യക്തമാക്കണം. ഒന്ന്. രണ്ടാമത്, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ 6 മണി കഴിഞ്ഞ് വാങ്ങിയ കത്ത് അതിൻ്റെ പിറ്റേ ദിവസം ഇലക്ഷൻ കമ്മീഷൻ അയച്ചു കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 വ്യക്തികളെയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റെയും സെക്രട്ടറിയും ഹിയറിംഗിൽ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഞങ്ങൾക്ക് മനസ്സിലാക്കിയ പത്രവാർത്ത മാധ്യമങ്ങളോട് അറിയാൻ സാധിച്ചത് ഈ കത്ത് രാജിക്കത്ത് നേതാക്കന്മാരാണ് കൊണ്ടുവന്ന് ഏൽപ്പിച്ചത് എന്നാണ് സെക്രട്ടറി ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ മൊഴി നൽകിയിട്ടുള്ളത്. തികച്ചും അദ്ദേഹം ദീപ രാജ്കുമാറുടെ കയ്യിൽ നിന്നും രാജി സ്വീകരിച്ചെന്ന് പറഞ്ഞ് കത്ത് നൽകിയതിനു ശേഷം ഇലക്ഷൻ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അത്തരത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണ്. ഇതിന്റെ പിന്നിൽ ഞങ്ങൾ അഴിമതിയാണോ എന്ന് സംശയിക്കുന്നു. செய்தியாளர் சந்திப்பில் டிசிசி பொதுச் செயலாளர் ஜி முனியாண்டி, பிளாக் தலைவர் எஸ் விஜயகுமார், வைஸ் பிரசிடென்ட் ஆண்ட்ரோஸ், மண்டல் தலைவர் சி நெல்சன் போன்றவர்கள் பங்கெடுத்தனர். நியூஸ் பீரோ மூணார்.